എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനായിട്ട് വേണ്ട ന്യൂസ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ മാസികയാണ് കേട്ടോ റോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ മാസികേൻ്റെ എന്തെങ്കിലും പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഈർക്കിളോ അല്ലെങ്കിൽ ഒരു റോഡ് ഷേപ്പിലുള്ള എന്തെങ്കിലും നമ്മുടെ ടൂത്ത് പിക്ക് പോലത്തെ ഒക്കെ ആയാലും മതി. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർക്ക് അറിയുണ്ടാവും, ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറിയുണ്ടാവും കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ ഇത്തിരി ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് വേണം. പിന്നെ ഫെവിക്കോൾ വേണം. ഫെവിക്കോൾ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ആയാലും മതി. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ആണുള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് കാർഡ്ബോർഡിൽ ഇതുപോലെ രണ്ട് ഒരേപോലത്തെ വട്ടം വരയ്ക്കണം. അത് നമുക്ക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതവിടെ വെക്കുക. എന്നിട്ട് ഇതുപോലത്തെ ആ റോൾ ചെയ്ത പേപ്പർ ഞാൻ രണ്ടായിട്ട് പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഓരോന്നും പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലായിടത്തും നല്ല ഒരേ കറക്റ്റ് സ്പേസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടത് വെച്ചതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ആ വട്ടം ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഓരോ പേപ്പർ റോളും നമ്മൾ ഇതുപോലെ അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി വെക്കുക. അതായത് നമുക്ക് മുകളിലേക്കാണ് നിൽക്കേണ്ടത്. അപ്പം ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് ബാസ്ക്കറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിലൂടെ ഇതിടുക. ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഇനിയാണ് കേട്ടോ നമ്മളിവിടെ മെടയാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് വെക്കുക. ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കുക. എന്നിട്ട് അടുത്തത് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കുക. വീണ്ടും നമ്മളത് ക്രോസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് മറ്റേത് അതിൻ്റെ ഉള്ളിലേക്ക് തിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ റോളിനനുസരിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ന്യൂസ് പേപ്പർ റോൾ നമ്മൾ ഈ ഒരു മെടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂസ് പേപ്പർ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് നമ്മളിതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് ഉണങ്ങാനൊന്നും നിൽക്കണമെന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിതാ എനിക്ക് വേണ്ട ഇത്ര എണ്ണം ഞാനിങ്ങനെ ഇത്ര മതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ട് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം ഞാൻ ഉള്ളിലോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമുക്ക് അവിടെ ഒട്ടിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. നിങ്ങൾ ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുടുക്കി വയ്ക്കുക കേട്ടോ, അത് ഉണങ്ങുന്ന വരെയെങ്കിലും. അപ്പോൾ ഇത് മൊത്തം ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ഉറപ്പുണ്ട് കേട്ടോ. സംഭവം ഒരു നമുക്ക് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം. അതായത് കട്ടിയുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇത് വെക്കാം. കാരണം അത്രയ്ക്ക് നല്ലൊരു ഉറപ്പുണ്ട്, നല്ല കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ റോൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ചുറ്റി കൊടുക്കുക. അതായത് നമ്മൾ രണ്ടെണ്ണമല്ല ബാക്കിയുള്ള എല്ലാ ന്യൂസ് പേപ്പർ റോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഫുള്ള് നമുക്ക് എത്രയാണോ അത് നമ്മളെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നമുക്ക് എത്ര സൈസിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മളിതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് എൻ്റെ അടുത്തുള്ള മുഴുവൻ ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് അതിൻ്റെ അത്ര തന്നെ വട്ടം വേണ്ട, കുറച്ചൊരു ചെറിയ വട്ടം എടുത്തിട്ട് ഇതുപോലെ കാർഡ്ബോർഡിൽ വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ടൈറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങനെ അടർന്ന് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് സേഫായിട്ട് നിൽക്കും. അപ്പോൾ ഈ രണ്ടും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബാസ്ക്കറ്റിന് ഞാൻ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബേസ് കോട്ട് മാത്രമാണ് കേട്ടോ, ഒറിജിനൽ കളർ അതല്ല. ഒരു ബേസ് കോട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കൊടുക്കുന്നത്. കുറച്ചൊരു വൃത്തിക്ക് നിന്നോളും, അതുകൊണ്ടാണ് വൈറ്റ് കൊടുക്കുന്നത്. നമ്മുടെ സാധാ അക്രിലിക് പെയിൻറ് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഇതള് പോലെ ഇങ്ങനെ കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കണം കേട്ടോ. ജസ്റ്റ് കുറച്ചൊരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും മതി കേട്ടോ, ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് സ്പേസ് വിടുന്നുണ്ട്, അതെന്തിനാ ഞാൻ പറയാം കേട്ടോ.
അങ്ങനെ എല്ലാം വെച്ച് കൊടുക്കുക. അത് ഞാൻ അത്ര എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ടല്ലേ കുറച്ച് സ്പേസ് വിട്ടിട്ട് അത് അവിടെ അങ്ങനെ തന്നെ വേണം. എന്നിട്ട് നമ്മൾ നടുഭാഗത്ത് കളർ കൊടുക്കണം. പിന്നെ ഈ ഇതളുകൾക്കും കളർ കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നടുഭാഗത്തിന് കളർ കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ട് ചോക്ലേറ്റ് കളറാണ് കേട്ടോ. ഇതൊരു ചോക്ലേറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇത് ആക്രിലിക് കളറല്ല. ഇത് നമ്മുടെ ഈ ഏഷ്യൻ പെയിൻറ്റ് പോലത്തെ അങ്ങനത്തെ ഒരു കളറാണ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഞാൻ മുഴുവനും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഇതളുകൾക്കാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഞാൻ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി യെല്ലോ ആണ്, ലെമൺ യെല്ലോ, അതുപോലെ തന്നെ ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് യെല്ലോ ആദ്യം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത നമുക്ക് ബാസ്ക്കറ്റാണ് കളർ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ വൈറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ ഒരു ലെമൺ യെല്ലോ തന്നെ കൊടുക്കുകയാണ്. അതായത് അതേ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം മൊത്തമായിട്ട് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓറഞ്ച് കളർ എടുത്തിട്ട് ഈ ഓറഞ്ച് കളറ് മുകൾ ഭാഗം മാത്രമായിട്ട് കൊടുക്കുക. അതായത് ഈ യെല്ലോ കളർ ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. എന്നാൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ നേരത്തെ ഉള്ളത് ഉണങ്ങി രണ്ട് സെറ്റ് ആയതിന് ശേഷം നമ്മളിത് ഈ ഒരു സ്പേസ് ഇട്ടില്ലേ അവിടെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയിൽ ത്രെഡ് ചുറ്റിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നില്ല, നമുക്ക് നിലത്ത് വെക്കാൻ പറ്റും, നമുക്ക് എന്തിൻ്റെ തറയിൽ വെക്കാൻ പറ്റുന്നതുണ്ട്, അല്ലെങ്കിൽ തൂക്കിയിടും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.